2014 ബലോഹോറിൻഡോസിയിലെ നാണംകെട്ട തോൽവി ജർമ്മനിയോട് ബ്രസീൽ ഏറ്റുവാങ്ങുമ്പോൾ അന്ന് ഒരാശ്വാസം എന്ന പോലൊരു ഗോൾ തിരിച്ചടിച്ചത് അവനായിരുന്നു. ബ്രസീൽ തെരുവോരങ്ങളിൽ അന്തിയുറങ്ങുന്ന തന്റെ കുടുംബത്തെ എങ്ങനെയെങ്കിലും കരകയറ്റണമെന്ന ഒരൊറ്റ തീരുമാനത്തിന്റെ മേൽ ചൈനയിലേക്ക് കൂടുമാറുന്നു. ഒരുപക്ഷെ യൂറോപ്പിൽ തുടർന്നിരുന്നുവെങ്കിൽ നെയ്മറിനൊപ്പമോ ഹസാർഡിനൊപ്പമോ ചേർക്കപ്പെടേണ്ട പേരായിരുന്നു അവന്റേതും. 20-ാം വയസ്സിൽ ബ്രസീലിയൻ ലീഗിൽ നിന്നും അന്നത്തെ റെക്കോർഡ് തുകയ്ക്ക് ചെൽസി അദ്ദേഹത്തെ സ്വന്തമാക്കുന്നു. അടിച്ചും മടിപ്പിച്ചും ചെൽസി ആരാധകരുടെ പ്രിയപ്പെട്ടവനായി. 2012 യുവന്റസിനെതിരെ അദ്ദേഹം നേടിയ ഒരൊറ്റ ഗോൾ മതി അദ്ദേഹത്തിന്റെ കളിമികവ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ. പിർലോയെയും ബനൂച്ചിയെയും കബളിപ്പിച്ച് ഇതിഹാസം ബുഫണിനെയും മറികടന്ന് അദ്ദേഹം നേടിയ ആ ഒരു ഗോൾ ചാമ്പ്യൻസ് ലീഗിലെ ഏറ്റവും മികച്ച ഗോളുകളിൽ ഒന്നായി അതിനെ ഇന്നും കണക്കാക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റാരെ കുറിച്ചുമല്ല, പിൽക്കാലത്ത് കക്കയുടെ പിൻഗാമി എന്ന് പോലും ഫുട്ബോൾ ലോകം വിളിച്ചിരുന്ന ഓസ്കാറിനെ കുറിച്ച് തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.